ഒപ്പിച്ച് നമ്മുടെ ചില വിചാരങ്ങൾ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കാമെന്നാ കരുതുക. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഗർഭപാത്രമായിട്ടാണ് ഈ അപ്പർ റൂമിനെ കരുതുക. അക്കാലത്തെ ആ യഹൂദ ഭവനങ്ങളുടെ ഘടനയിൽ അങ്ങനെ ഒരു ഇടമുണ്ടായിരുന്നു. അതിഥികളെ സ്വീകരിക്കാനും സമാധാനത്തിലിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു തട്ടംപുറം. ആ തട്ടംപുറം എന്ന് പറഞ്ഞൊരു വാക്കായിരിക്കും കുറച്ചുകൂടി നമുക്ക് പരിചിതവും കുറച്ചുകൂടി ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയ്ക്ക് നല്ലതും. അപ്പൊ ആ ഒരു തട്ടംപുറം വാസ്തവത്തിൽ യേശുവിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെ ക്ലാസ് മുറിയായിരുന്നു. ഒരു പെസഹ വ്യാഴാഴ്ച തൊട്ട് പെന്തക്കോസ്ത വരെയുള്ള അവരുടെ ഒരു പീരീഡ്, ഒരു കാലം അവർ ചെലവഴിക്കുന്നത് ഈ തട്ടംപുറത്താണ്. ആ പെസഹ തന്നെ എടുക്കുക, ഒക്കെ ലെസൺസാണ്. നമ്മൾ മോണ്ടിത്തോസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ അത്രയും അത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് ഈ മോണ്ടിത്തോസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. മാൻഡേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്റ് എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദം, ഈ കൽപ്പന എന്ന് പറയുന്ന ലത്തീൻ പദം, അതിനകത്തു നിന്നാണ് ഈ മോണ്ടിത്തോസ്റ്റ് വരുന്നത്. ഈ കൽപ്പന കിട്ടിയ ഒരു തോസ്റ്റയാണ് അത്. അതിൽ തന്നെ ഇടക്കിടക്ക് ഓർത്താൻ നല്ലതാണ്. നമുക്ക് ആ കിട്ടിയ കൽപ്പന എന്താണ്? അത് വളരെ ലെങ്തിയായ ഒരു ഡിസ്കോഴ്സാണ് നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങളെടുത്ത് വായിച്ചാൽ നല്ലതായിരിക്കും. ചിലപ്പോഴൊക്കെ ആത്മാവിനും സ്നേഹത്തിനുമൊക്കെ പൊടിപുരളെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു തീർത്ഥമാണ് ആ ലെങ്തി ആയിട്ടുള്ള ആ യേശുവിന്റെ ഒരു പ്രഭാഷണം, ഡിസ്കോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പൊ അത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന തരുന്നു, സ്നേഹം. ഒത്തിരി കൽപ്പനകളൊക്കെ നൽകപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാമായിരുന്നു, ചില കാര്യങ്ങൾക്കകത്ത് സമവായം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒറ്റ കൽപ്പനയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കപ്പെട്ട വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് അതിന് മോണ്ടിത്തോസ്റ്റ് എന്ന് പേര് വരുന്നത്. ജസ്റ്റ് ലവ്. നമുക്കതൊരു പക്ഷേ അത്രയും ചലഞ്ചിങ് ആയിട്ടോ അത്രയും പ്രധാനപ്പെട്ടതായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടത്തില്ല. പക്ഷെ അവന്റെ കേൾവിക്കാരെ അതിങ്ങനെ വല്ലാതെ അമ്പരപ്പിക്കുകയാണ്, നടുക്കുകയാണ്. കാരണം അവർ ജീവിക്കുന്ന സമ്പ്രദായത്തിന് ഇങ്ങനെ 10 കൽപ്പനകളുണ്ട്. ആ 10 കൽപ്പനകൾക്ക് ഉപകൽപ്പനകളുണ്ട്. ഈ ഉപകൽപ്പനകളുടെ ആ പ്രായോഗിക ജീവിതം എന്ന നിലയിൽ ഇങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഡ്യൂട്രോണമി, നിയമാവർത്തനം എന്ന് പറഞ്ഞൊരു പുസ്തകം. പഠിച്ച് ഈ ബൈബിളിൽ നിന്ന് ആ പുസ്തകം ഇങ്ങനെ യേശു പതുക്കെ ഇങ്ങനെ കീറി മാറ്റുകയാണ്. ഒറ്റ കൽപ്പന. ആ ഒറ്റ കൽപ്പനയിലോട്ട് നിങ്ങളെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന എല്ലാ ഇടങ്ങളും വാസ്തവത്തിൽ അപ്പുറം തന്നെ. എന്റെ